ഹായ്. നിങ്ങൾക്ക് ഈ പ്രേമം എന്താണെന്നറിയോ? നമ്മുടെ ലവ് തന്നെ. അതിൻ്റെ മീനിങ് അറിയോ? ഞാൻ എവിടെയോ കേട്ടായിരുന്നു. നമ്മുടെ ഈ പ്രേമം എന്ന് പറയുന്നത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കാര്യമോ ആണ് പ്രേമം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ആൾക്കാർക്കും കാണും അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി. അല്ലാതെ ഒരാൾ ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ ജീവിക്കില്ലല്ലോ. എൻ്റെ കാര്യത്തിൽ എൻ്റെ മമ്മിയാണ് എൻ്റെ ഏറ്റവും വലിയ ലവും എല്ലാം. എൻ്റെ മമ്മിയാണ് ഏറ്റവും വലിയ കംഫർട്ട് സോണും. നല്ല രീതിക്ക് അടി ഉണ്ടാക്കുന്നത് ഞാൻ മമ്മിയുടെ അടുത്താണ്. എല്ലാം ഞാൻ ആദ്യം തുറന്നു പറയുന്നത് മമ്മിയുടെ അടുത്താണ്. എത്ര ചീത്ത കേട്ടാലും ഞാൻ വീണ്ടും പോയി പറയും. എന്നാലും എനിക്ക് പറയാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ പൊട്ടത്തരാണെങ്കിൽ മണ്ടത്തരാണെങ്കിൽ തെറ്റാണെങ്കിൽ ഞാനിപ്പോൾ മമ്മിയുടെ അടുത്ത് പറയും. പണ്ട് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. മമ്മിയുടെ അടുത്ത് പറയാൻ അയ്യോ മമ്മിയുടെ അടുത്ത് എങ്ങനെയാണ് പറയുക എന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് വേണ്ടി നിൽക്കാനും നമുക്ക് എന്ത് തെറ്റ് ചെയ്താലും എത്ര വലിയ സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ അമ്മമാർക്ക് മാത്രമേ കഴിയുള്ളൂ. മറ്റാർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി നമ്മുടെ തെറ്റുകൾ കണ്ടിട്ട് ചിലപ്പോൾ പല ആൾക്കാർക്കും അത് നമ്മളെ വെറുപ്പാവും അല്ലെങ്കിൽ ദേഷ്യമാവും, ഒരു അകൽച്ച വരും. പക്ഷെ പെറ്റമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെയല്ല. എന്ത് സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കും. അത് ഞാൻ അനുഭവിച്ച് കണ്ടു വളർന്ന ഒരാളാണ്. മറ്റാരൊക്കെ പോയാലും നമുക്ക് അമ്മ ഉള്ളിടത്തോളം കാലം അത് സൂപ്പറാണ്. എൻ്റെയൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും പറയും നിൻ്റെ ജീവിതമാണ് ജീവിതം, വീട്ടിൽ വെറുത്തിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടുന്നു, ഇതിനൊക്കെ സപ്പോർട്ട് നിൽക്കാൻ മമ്മി ഉണ്ടല്ലോ, എന്താ സുഖം എന്നൊക്കെ പറയും. പക്ഷെ അതൊരു ലൈഫ് തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് നേരം മമ്മിയുടെ അടുത്ത് സംസാരിച്ച് കുറച്ച് വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷമാണ്. നിങ്ങൾക്കും അങ്ങനെയല്ലേ? ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. അമ്മമാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വഴക്കൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ കിട്ടാറില്ലേ? ഇതൊക്കെ തന്നെ ലൈഫ്. ഇതാണ് പ്രേമം. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, അതിനോടുള്ള പ്രേമം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്തുള്ള പ്രേമം. അത് നമ്മളെ ഭയങ്കര ഹാപ്പിയാക്കി വെക്കുമെന്നൊന്നുമല്ല, എന്നാലും നമ്മളെ ജീവിപ്പിക്കും. നമുക്ക് ജീവിതത്തിൽ ആരൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നൊക്കെ തോന്നലുണ്ടാവും. അപ്പം ഇന്നത്തെ അത്രയേ ഉള്ളൂ. ബൈ.